ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു റേഡിയോ റേസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി DRRT കോഴ്സിൻ്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. 10th അതുപോലെ +2 സയൻസ് സ്ട്രീമുള്ളവർക്ക് മാത്രമാണ് DRRT കോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റാമെന്നൊക്കെ. അതുപോലെ തന്നെ നമുക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വേണം. അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് അഡ്മിഷൻ പ്രോസസ്സാണ്. ആദ്യം LBS നോട്ടിഫിക്കേഷൻ വരും. LBS നോട്ടിഫിക്കേഷൻ നമ്മൾ ഗൂഗിളിൽ LBS സെൻറ്ററിന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ നമുക്ക് അവിടെ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. എന്ന് വെച്ചാൽ നമ്മൾ 10th നിന്ന് +2 പോകുമ്പോൾ നമ്മൾ കോളേജുകൾ വെച്ചില്ലേ, അതുപോലെ തന്നെ നമുക്ക് പ്രിയോറിറ്റി തോന്നുന്ന കോളേജുകൾ ആദ്യം വെച്ച് അത് കഴിഞ്ഞാൽ പിന്നെ റാങ്ക് ലിസ്റ്റ് വരും, പിന്നെ അലോട്ട്മെൻറ്റ് വരും. അലോട്ട്മെൻറ്റ് വഴി നമുക്ക് ഏത് കോളേജാണ് കിട്ടിയത് അവിടെ പോയിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. പിന്നെ കോളേജുകൾ വയ്ക്കുമ്പോൾ അതിനകത്ത് 2 ടൈപ്പ് കോളേജസാണ് വരുന്നത്. ഒന്ന് ഗവൺമെൻറ് കോളേജും പിന്നെ പ്രൈവറ്റ് കോളേജും. പ്രൈവറ്റ് കോളേജിൽ മെറിറ്റ് സീറ്റ് മാത്രമാണ് LBS നമുക്ക് വെക്കുമ്പോൾ കിട്ടുന്നത്. മാനേജ്മെൻറ്റ് സീറ്റ് നമ്മൾ ഡയറക്റ്റ് ആ കോളേജിൽ പോയിട്ടാണ് നമ്മൾ അതിനുള്ള അഡ്മിഷൻ എടുക്കുക. അത് ഓരോ കോളേജിനും വ്യത്യാസപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇനി ഫീസ് സ്ട്രക്ചറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് 15K ആണ് വരുന്നത്. പിന്നെ പ്രൈവറ്റിൽ മെറിറ്റ് സീറ്റ് ആണെന്നുണ്ടെങ്കിൽ 45K ആണ് പെർ ഇയർ വരിക. പ്രൈവറ്റ് മാനേജ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ 85K പെർ ഇയർ ആണ് വരുന്നത്. ഇത് അപ്രോക്സിമേറ്റ്ലി ആണ്, ഓരോ വർഷത്തേക്ക് മേ ബി മാറ്റം വരാം. പിന്നെ നമുക്ക് ഈ കോഴ്സ് പഠിക്കുമ്പോൾ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗ്രാൻസും പിന്നെ അതുപോലെ തന്നെ SC ST അങ്ങനത്തെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DMA അപ്രൂവ് ഇല്ലാത്ത പ്രൈവറ്റ് കോളേജിൽ പോയിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനത്തെ ചതിക്കുഴിയിൽ പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.